Hi friends, once again welcome back to H-Tutor. MEG 10 ബ്ലോക്ക് 2 യൂണിറ്റ് 4 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബ്ലോക്ക് 1 അതുപോലെ ബ്ലോക്ക് 2ൻ്റെ 1, 2, 3 യൂണിറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, കാണാത്തവരത് കാണുക. ഓക്കെ, സോ വി മൂവ് ഓൺ ടു ദ സെക്ഷൻ ബ്ലോക്ക് 2 യൂണിറ്റ് 4. Question number 1. Discuss the significance of the Dutt family album within the canon of early Indian English writings. ഇന്ത്യയിലെ ആദ്യകാല ഇന്ത്യൻ ഇംഗ്ലീഷ് രചനകളിൽ ദത്തിൻ്റെ ഫാമിലി ആൽബത്തെക്കുറിച്ച്, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് ചോദ്യം. സ്റ്റാർട്ടിങ്ങിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഈ വീഡിയോ കാണണം. അല്ല, ഇനി വീഡിയോ കണ്ടതിന് ശേഷമാണ് നിങ്ങൾക്ക് മനസ്സിലായത് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, മറക്കരുത് കേട്ടോ. ആൻഡ് ദാറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ മീ. അപ്പോൾ നമുക്ക് ആൻസറിലോട്ട് കിടക്കാം. ദ ദത്ത് ഫാമിലി ആൽബം ഹോൾഡ്സ് എ സിഗ്നിഫിക്കൻറ്റ് ഇമ്പോർട്ടൻസ് വിത്തിൻ ദ കാനൻ ഓഫ് ഏർലി ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റിംഗ്സ് ഫോർ സെവറൽ റീസൺസ്. Compiled by Govind Chandra Dutt, the album is a collection of poems written by him, his brothers and his nephew Umesh Chandra Dutt. The album showcases the family's fascination with English language and literature, reflecting the cultural milieu of 19th century Bengal, where English was regarded as the primary medium of self-expression for educated Indians. ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റിങ്സിൽ നമുക്ക് പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റാണ് ദത്ത് ഫാമിലി ആൽബം. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഗോവിന്ദ് ചന്ദ്ര ദത്തും അതുപോലെ അദ്ദേഹത്തിൻ്റെ ബ്രദേഴ്സും നെവ്യൂ ഉമേഷ് ചന്ദ്ര ദത്തും ഇവരെല്ലാവരും കൂടി എഴുതിയ കവിതകളുടെ ഒരു സമാഹാരമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദത്ത് ഫാമിലി ആൽബം. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത, 19ാം നൂറ്റാണ്ടിലെ ബംഗാളിലുണ്ടായിരുന്ന ആ ഒരു കൾച്ചർ, അല്ലെങ്കിൽ ആ ഒരു സമയത്തെ ഇന്ത്യയുടെ ആ ഒരു സമയത്തെ ചിത്രീകരിച്ചു കൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു ദത്ത് ഫാമിലി ആൽബം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ദത്ത് ഫാമിലിയുടെ നോളജും ലിറ്റററി നോളജും അതുപോലെ അവരുടെ ഇംഗ്ലീഷ് ലാംഗ്വേജും ആ ഒരു സ്റ്റൈലും കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ ദത്ത് ഫാമിലി ആൽബത്തിൽ. The album's significance lies in its demonstration of the Dutt's attempt to engage with Western literary traditions while still exploring Indian themes. The poems within the album span various genres, including lyrics, sonnets, ballads, and narrative poems, as well as translations of French and German poetry. This diversity highlights the family's literary versatility and their efforts to create a unique voice within the Indian English literary landscape. ആൽബത്തിൻ്റെ വലിയൊരു പ്രത്യേകത അവരുടെ ഫാമിലിയുടെ ഒരു ലിറ്റററി നോളജ് ഇതിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ റൈറ്റിങ്സിൻ്റെ സ്റ്റൈൽ, പ്രത്യേകിച്ചും അവർ വെസ്റ്റേൺ കൾച്ചറിനെ ആയിരുന്നു കൂടുതലായിട്ട് അഡോപ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിരുന്നത്, അല്ലെങ്കിൽ ആ വെസ്റ്റേൺ ലിറ്റററി ട്രഡീഷനായിരുന്നു ഫോളോ ചെയ്തിരുന്നത്. അത് അവരുടെ ലിറിക്സ്, സോണറ്റ്സ്, ബാലാഡ്സ് ആ എല്ലാത്തിലും പോയത്തിൽ കാണാനായിട്ട് സാധിക്കും അവരുടെ ആ ഒരു ഭംഗി. അതുപോലെ തന്നെ ധാരാളം വർക്ക്സ് ഫ്രഞ്ച് ആൻഡ് ജർമ്മൻ പോയറ്റിലൂടെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം ഇവരുടെ ഒരു ലിറ്റററി നോളജ് തന്നെയാണെന്ന് പറയാം. The Dutt family album also serves as a testament to the influence of English teachers such as Professor David Lester Richardson, who encouraged higher learning in Calcutta. The album's publication in 1870 underscores the family's position within the top echelons of Calcutta society and their connections to prominent literary figures of the time. പ്രൊഫസർ ഡേവിഡ് ലെസ്റ്റർ റിച്ചാർഡ്സൺ, അദ്ദേഹം കൽക്കട്ട യൂണിവേഴ്സിറ്റിയിലെ ഒരു ടീച്ചറായിരുന്നു. അദ്ദേഹമാണ് കൂടുതലായിട്ടും ഇവരൊക്കെ നമ്മൾ മുന്നും പഠിച്ചിട്ടുണ്ട് അല്ലേ,
ഈ സ്റ്റുഡൻസിനൊക്കെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻകറേജ് ചെയ്യുന്ന ഒരു ടീച്ചറായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഒരു പിന്തുണയാണ് ശരിക്കും ദത്ത് ഫാമിലി ആൽബം ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു കാരണം. 1870 കാലഘട്ടങ്ങളിലായപ്പോഴത്തേക്കും ഈ ഒരു ആൽബത്തിന് പബ്ലിക്കേഷൻസ് ഉണ്ടായി. അതുപോലെ തന്നെ ധാരാളം വ്യക്തികൾ ഇവരെ അറിയാൻ തുടങ്ങി, ഇവരുടെ ഒരു ലിറ്റററി വർക്ക്സിനെ കുറിച്ച്. അങ്ങനെ ഇവർക്ക് സൊസൈറ്റിയിൽ ഒരു നിലയും വിലയൊക്കെ നേടാൻ സാധിച്ചിരുന്നു. Moreover, the album's corporate nature with poems presented anonymously emphasized the family's collective literary endeavor. This communal approach to literature reflects the Dutt's shared cultural and literary values, shaped by their exposure to English education and their position as members of the Bengali elite. ഈ ഒരു ആൽബം മുഖേന ഇവരുടെ ഫാമിലീനെ എല്ലാവർക്കും ഒന്ന് തിരിച്ചറിയാനായിട്ട് സാധിച്ചു. ഒരു എന്താ പറയുക, ലിറ്ററേച്ചറിനോടൊക്കെ ഒത്തിരി അടുപ്പം കാണിക്കുന്ന, അല്ലെങ്കിൽ അതിനോട് ആ ഒരു ചായ്വ് കാണിക്കുന്ന ഒരു ഫാമിലിയാണ് ഇവരുടേത്. മീൻസ് എഡ്യൂക്കേറ്റഡ് ഫാമിലിയാണ്. അപ്പോൾ ജസ്റ്റ് ബംഗാളി എഡ്യൂക്കേറ്റഡ് ഫാമിലി എന്നതിനേക്കാളും ഉപരിയായിട്ട് ലിറ്റററി വർക്ക്സിനെ കുറിച്ച് കൂടുതലായിട്ട് നോളജ് ഉള്ള, അതുകൊണ്ട് തന്നെ ഇവർ മറ്റുള്ളവരിൽ നിന്നും ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് കാണപ്പെടുന്ന ഒരു ഫാമിലിയാണ്. The Dutt family album's historical significance extends beyond its literary merit, providing insight into the lives and experiences of a prominent Bengali family during the 19th century. The album's contents reveal the family's complex identity caught between their Indian heritage and their admiration for Western culture. This tension is evident in poems like A Vision of Sumeru, where the spirit of Jesus overcomes the pantheon of Hindu gods, reflecting the Dutt's Anglophile nature. ഇവരുടെ ഒരു ദത്ത് ഫാമിലിയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഹിസ്റ്റോറിക്കലി ഇവർക്ക് പ്രാധാന്യം നൽകുന്നുണ്ട്. അത് ജസ്റ്റ് വെറുതെ ഒരു ലിറ്റററി മെറിറ്റായിട്ട് അല്ലെങ്കിൽ ലിറ്ററേച്ചർ നോളജ് ഉണ്ട് എന്നതിൽ ഒക്കെ ഉപരിയായിട്ട് അവരുടെ ജീവിതത്തെയും അവരുടെ അനുഭവങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു വലിയ കാര്യമാണ്. 19ാം നൂറ്റാണ്ടിലൊരു ബംഗാളി ഫാമിലിയാണ് ഇവരുടേത്. അതേസമയം ഇവരൊരു കോംപ്ലക്സിറ്റിയിലാണ് ജീവിക്കുന്നത്. ആംഗ്ലോ ഇന്ത്യൻസ് അല്ലെങ്കിൽ യൂറോപ്യൻസിനോടുള്ള ഒരു ചായ്വ്, അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനോടുള്ള ഒരു ചായ്വും അതേസമയം ബംഗാളിൽ കഴിയുന്ന ഒരു അവസ്ഥയും, അങ്ങനെ അതിൻ്റെയൊക്കെ ഒരു ഉള്ളിൽ ഉൾപ്പെട്ടിട്ടുള്ള അതിൻ്റെ ഒരു മധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഇവരുടെ വർക്ക്സ് എല്ലാം ഇത്രയും പ്രോമിനൻ്റായി മുന്നോട്ട് പോയത്. പിന്നെ ഇവരുടെ ഈ ടെൻഷൻസും കാര്യങ്ങളെല്ലാം തന്നെ വിഷൻ ഓഫ് സുമേരു പോലെയുള്ള പല കവിതകളിലും കാണപ്പെടാവുന്നതാണ്. ഇതിലൊരു കാര്യം എടുത്ത് പറയാനുള്ളത്, ഈ വിഷൻ ഓഫ് സുമേരു എന്ന് പറയുന്നതിൽ യേശുവിൻ്റെ ഒരു ആത്മാവും ഹിന്ദു ദേവാലയങ്ങൾക്ക് അപ്പുറത്തേക്ക് മറികടന്നുകൊണ്ടുള്ള ഒരു ആശയമൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. In conclusion, the Dutt family album is a crucial part of early Indian English literature, showcasing the Dutt's literary talents and their attempts to navigate the complexities of cultural identity in 19th century Bengal. The album's significance lies in its reflection of the family's cultural context, their literary endeavors, and their contributions to the development of Indian English literature. ഈ ദത്ത്സ് ഫാമിലി ആൽബം എന്ന് പറയുന്നത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രേ പറയാനുള്ളൂ. അതൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ആൽബമാണ്, അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്ററി ആണ്. ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവരുടെ ഫാമിലിയിലെ കംപ്ലീറ്റ് പോയംസുകൾ അവരൊരു ആൽബമാക്കി മാറ്റിയിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ലിറ്ററേച്ചറിൻ്റെ നോളജിനെ കുറിച്ചിട്ടാണ് കൂടുതലായിട്ട് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുക. ഒരു ഫാമിലിയുടെ കംപ്ലീറ്റ് ഫാമിലി ലിറ്ററേറ്റ്സായി, അല്ലെങ്കിൽ അവർക്ക് ലിറ്ററേച്ചറിനോട് ഉള്ള ഒരു താല്പര്യം, അവരുടെ കഴിവ്, ഇതെല്ലാം തന്നെ കാണിക്കുന്ന, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇന്നത്തെ കാലം എന്നല്ല, 19ാം നൂറ്റാണ്ടിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അന്നൊക്കെ ഒരു ഫാമിലി കംപ്ലീറ്റ് ആയിട്ട് ഇത്രയും കഴിവുള്ളൊരു ഫാമിലി എന്ന് പറയുന്നത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, അതുപോലെ തന്നെ ബംഗാളിൽ ഇവർക്ക് പിന്നീട് വന്ന ഒരു മാറ്റം, അല്ലെങ്കിൽ അവർക്കൊരു പ്ലേസ് അവർക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. അവരെ നാലാൾ അറിയുന്ന ഒരു അവസ്ഥയിലോട്ട്
ഈ ആൽബം പബ്ലിഷ് ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്നുണ്ട്. അതൊരു പ്രൗഡ് മൊമെൻ്റ് തന്നെയാണ്. അപ്പോൾ ഒത്തിരി കോൺട്രിബ്യൂഷൻസ് ഇന്ത്യയിലോട്ട് നൽകിയ ഒരു ഫാമിലിയാണ് ദത്സ് ഫാമിലി. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് വായിക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ ഈ ഒരു പോർഷനൊന്ന് വായിച്ച് നോക്കിയോളൂ കേട്ടോ. അറിയില്ല, നിങ്ങൾക്കുള്ള സമയം ഇനി കുറവായിരിക്കും എക്സാമിന് മുന്നായിട്ട്. സമയം ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ചോളൂ, കുറച്ചുകൂടി നിങ്ങൾക്ക് നോളജ് ലഭിക്കാനായിട്ട് സഹായമാവും. So we move on to the second question. Second question, give a brief account of the character of Toru Dutt's literary output in English. തോരു ദത്ത് ധാരാളം ലിറ്റററി വർക്ക്സ് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊരു ബ്രീഫായിട്ടൊരു വിശദീകരണം നൽകാനാണ് പറയുന്നത്. Toru Dutt's literary output in English is a remarkable testament to her talent and versatility. Her first notable work, A Sheaf Gleansed in French Fields, is a collection of translations from French into English, showcasing her proficiency in both languages. The anthology features poems from 70 Parnassian poets, including Victor Hugo, Lamartine, and Baudelaire, demonstrating her fondness for French Romantic poetry. Her translations capture the essence of the original works, conveying themes of patriotism, love, loss, and nature. തോരുദത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു സ്റ്റോറിയാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഓൾറെഡി ഉണ്ട്. സമയം കിട്ടുകയാണെങ്കിൽ നിങ്ങളൊന്ന് വായിച്ച് നോക്കൂ കേട്ടോ. ഓക്കെ, എനിവേ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യാം. തോരുദത്തിൻ്റെ ഒരു വർക്ക് വളരെ ചെറുപ്രായത്തിൽ തന്നെ ലിറ്റററി വർക്ക്സൊക്കെ വളരെ ഭംഗിയായിട്ട് എഴുതുന്ന ഒരു കുട്ടിയായിരുന്നു തോരുദത്ത്. ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഫ്രഞ്ച് ഭാഷയും ഇംഗ്ലീഷ് ഭാഷയും ബോത്ത് ലാംഗ്വേജസും വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരു കുട്ടിയാണ് ഈ തോരുദത്ത്. ഓക്കെ, ഈ അറിയപ്പെടുന്ന ഒരു വർക്ക് എ ഷീഫ് ഗ്ലീൻസ് ഇൻ ഫ്രഞ്ച് ഫീൽഡ്സ് എന്ന് പറയുന്നത് തോരുദത്തിന് ഫ്രഞ്ചിനോടുള്ള അത്രയും ഒരു ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണ് കാണിക്കുന്നത്. ഇത് ഫ്രഞ്ച് ഭാഷയിൽ നിന്നും ഇംഗ്ലീഷ് ഭാഷയിലോട്ട് വിവർത്തനം ചെയ്യപ്പെട്ടതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തോരുദത്ത് ചെയ്തതാണ് ആ വർക്ക്. ഓക്കെ, ഇനി ഈ ഷീഫ് ഗ്ലീൻസ് ഫ്രഞ്ച് ഫീൽഡ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വിക്ടർ ഹ്യൂഗോ, ലമാർട്ടിൻ, ബൗഡർലൈറെ ഇവരുടെയൊക്കെ ഫ്രഞ്ച് റൊമാൻറ്റിക് പോയട്രീസ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. ഇതിനെല്ലാം അർത്ഥം തന്നെ, അല്ലെങ്കിൽ ഇതിൽ സ്നേഹം, അതുപോലെ നഷ്ടപ്പെടൽ, പ്രകൃതിയെക്കുറിച്ച് ഇതെല്ലാം തന്നെ ആശയങ്ങളായിട്ടാണ് തോരുദത്ത് അവളുടെ ലിറ്റററി വർക്ക്സ് ചെയ്തിരുന്നത്. Toru's own poetry is characterized by a blend of Romantic and Victorian styles, reflecting her literary influences including Elizabeth Barrett Browning, John Keats, and Charlotte Bronte. Her poems often explore themes of love, loss, and longing, with a focus on the human experience. In ancient ballads and legends of Hindustan, she draws upon Indian mythology, retelling stories of iconic figures like Sita, Savitri, and Lakshman. These ballads showcase her ability to weave narrative and lyricism, create vivid portraits of Indian womanhood, and exploring complex emotions. തോരുവിൻ്റെ പോയിട്രികളെല്ലാം തന്നെ റൊമാൻറ്റിക്കും അതുപോലെ തന്നെ വിക്ടോറിയൻ സ്റ്റൈൽസൊക്കെ ആയിരുന്നു അവൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ ലിറ്റററി ഇൻഫ്ലുവൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ അവൾക്ക് എലിസബത്ത് ബാരറ്റ് ബ്രൗണിങ്, ജോൺ കീറ്റ്സ്, ചാർലോട്ടെ ബ്രൗണ്ടെ ഇവരുടെയൊക്കെ തന്നെ പോയിംസ് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ളതാണ്. അവരുടെ വർക്ക്സൊക്കെ അവൾക്ക് ഇൻഫ്ലുവൻസ് ആയിട്ട് അതിൽ നിന്നൊക്കെയാണ് ഇൻസ്പിറേഷൻ നേടി പോയിട്രീസ് എഴുതാനായിട്ട് തുടങ്ങിയത്. പിന്നെ ലവ്, ലോസ്, ലോങ്ങിങ് ഇതൊക്കെയായിരുന്നു അവളുടെ കൂടുതലായിട്ടും ആശയങ്ങളായിട്ട് പോയംസിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. മനുഷ്യൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട് അവൾ ഫോക്കസ് ചെയ്തിട്ട് തന്നെയായിരുന്നു പോയംസ് എഴുതിയിരുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ മിത്തോളജിയെ അവൾ മറന്നിട്ടില്ല. അതിനും ഫോക്കസ് ചെയ്തിട്ടും
ധാരാളം വർക്ക്സുകൾ ചെയ്തിട്ടുണ്ട്. ഇൻ ഏൻഷ്യൻ ബലാഡ്സ് ആൻഡ് ലെജൻഡ്സ് ഓഫ് ഹിന്ദുസ്ഥാൻ, അതിൽ ഒരു വർക്ക് തന്നെയാണ്. അവിടെ അവൾ ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാനായിട്ട് സീത, സാവിത്രി, ലക്ഷ്മൺ ഇവരൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്റ്റോറി റീക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ആ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അവളുടെ മറ്റൊരു കഴിവെന്ന് പറയുന്നത് ഇന്ത്യൻ വുമൺഹുഡിനെ കൂടുതലായിട്ടും ഉപയോഗിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു കാര്യവും തീമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് പല വർക്കുകളും അവൾ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. Her use of language is notable for its musicality and expressiveness, with vivid imagery and rich metaphors. Poems like Bogmari and Our Casuarina Tree demonstrate her skill in capturing the beauty of nature and the power of memory. Despite some archaisms in her language, Thoru's works remains remarkable for its authenticity and emotional depth. തോരുവിൻ്റെ വർക്കുകളിൽ മ്യൂസിക്കലും അതുപോലെ തന്നെ എക്സ്പീരിയൻസസും ധാരാളം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എടുത്തു പറയുന്നതായിട്ട് ഇവിടെ റിച്ച് മെറ്റഫേഴ്സാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഇമാജിനറി തോട്ട്സുകളും കൂടുതലായിട്ടും കാണപ്പെടുന്നവയായിരുന്നു. ഇനി ബോഗ്മാരി, അവർ കാസുരന ട്രീ ഇതെല്ലാം തന്നെ അറിയപ്പെടുന്ന തോരുവിൻ്റെ വർക്കുകളാണ്. ഇതിൽ കൂടുതലായിട്ടും പ്രകൃതിയുടെ ബ്യൂട്ടിയെക്കുറിച്ചും പിന്നെ പവർ ഓഫ് മെമ്മറി അതിനെല്ലാം കുറിച്ചിട്ടായിരുന്നു തീമുകളായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിനെല്ലാം പുറമെ തന്നെ അവളുടെ ലാംഗ്വേജ് ഉപയോഗിച്ചിരുന്നത് വളരെ ക്ലിയർ ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചും കൂടി അപ്ഡേറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, യൂറോപ്യൻ സ്റ്റൈലിലായിരുന്നു വർക്കുകൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. എപ്പോഴും ഒതൻറ്റിസിറ്റി ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇമോഷണലി കൂടുതലായിട്ടും ഡെപ്ത് കാണിക്കുന്ന വർക്കുകൾ ചെയ്യാനായിരുന്നു തോരുവിന് ഇഷ്ടം. തോരുസ് നോവൽസ് Le Journal de Mademoiselle d'Avers and Bianca, or the Young Spanish Maiden, showcase her ability to craft compelling narratives and complex characters. Le Journal explores themes of love, loss, and tragedy in 19th century French society, while Bianca is a fragmentary tale of love and longing set against the backdrop of Crimean War. ഇത് കുറച്ച് പറയുകയാണെങ്കിൽ ആ ഒരു വാക്കുകളൊക്കെ വായിക്കാൻ തന്നെ പാടാണ്. കാരണം അതൊക്കെ ഫ്രഞ്ച് സൊസൈറ്റിയെ എന്താ പറയുക ബേസ് ചെയ്തിട്ടാണ് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ വാക്കുകളൊക്കെ കുറച്ച് കടികട്ടിയാണ്. എന്നിരുന്നാലും നമുക്കിത് എക്സാമിന് പഠിക്കുക തന്നെ വേണം. ഇതൊക്കെയാണ് അവളുടെ വർക്കുകൾ. 19ാം നൂറ്റാണ്ടിൽ ഫ്രഞ്ച് സൊസൈറ്റീനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ വർക്കുകൾ ചെയ്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ ലവ്, ലോങ്ങിങ് ഇതൊക്കെ തന്നെയാണ് തോരു ദത്തിൻ്റെ വർക്കിൻ്റെ തീംസ് എന്ന് പറയുന്നത്. Throughout her work, Thoru Dutt's personality shines through her love of nature, her deep emotional resonance, and her ability to navigate multiple cultural influences. Despite her tragically short life, Thoru left an indelible mark on Indian English literature, paving the way for future generations of writers. Her literary output continues to captivate readers with its beauty, emotion, and timeless themes. വളരെ ചെറുപ്രായത്തിൽ തന്നെയാണ് തോരു ദത്ത് മരിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ അവൾ ധാരാളം വർക്കുകൾ, ലിറ്റററി വർക്കുകൾ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിരുന്നു, അതുപോലെ ചെയ്തിരുന്നു. പ്രത്യേകിച്ചും ചെയ്ത വർക്കുകളിലെല്ലാം തന്നെ ലവ്, നേച്ചറിനോടുള്ളൊരു സ്നേഹം, അതുപോലെ ഇമോഷണലായിട്ടുള്ള കുറേ കാര്യങ്ങൾ, അങ്ങനെ പല കൾച്ചേഴ്സിനെയും കൂട്ടി ഉൾപ്പെടുത്തിക്കൊണ്ട്, എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ഫ്രഞ്ചിനോടുള്ളൊരു താല്പര്യമൊക്കെ ആയിരുന്നു അവൾ കൂടുതലായിട്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ വളരെ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് തോരു ദത്തിൻ്റേത്. അത് അവൾക്ക് നേടിയെടുക്കാൻ സാധിച്ചത് തന്നെ
അവളുടെ റീഡേഴ്സ് മുഖേനയാണ്. കാരണം ബ്യൂട്ടിയെ, ഇമോഷൻസ്, ടൈംലെസ് തീംസുകളായിരുന്നു അവൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അത് അവളുടെ റീഡേഴ്സിനെ ഒത്തിരി ആകർഷിച്ചിരുന്നവയുമായിരുന്നു. Thoreau Dutt's contribution to Indian English literature is significant, not only because of her talent but also due to her pioneering role as a woman writer in patriarchal society. Her work serves as a testament to her dedication, passion, and perseverance, inspiring readers and writers alike. With her unique voice and perspectives, Thoreau Dutt continues to enchant readers, offering a glimpse into her remarkable world of poetry, fiction and imagination. അവളുടെ ടാലൻറ്റ് മാത്രമല്ലായിരുന്നു ഈ ഇന്ത്യൻ ലിറ്ററേച്ചറിലോട്ടുള്ള ആ ടാലൻറ്റ് മാത്രമല്ലായിരുന്നു ഈ ചെറുപ്രായത്തിലെ അവൾക്ക് ഇത്രയും മെറിറ്റ് നൽകാനായിട്ട്, അല്ലെങ്കിൽ ഇത്രയും അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറ്റിയത്. മറിച്ച് ഇത്രയും ഈ ചെറുപ്രായത്തിൽ തന്നെ അവൾ ഈ പാട്രിയോർക്കൽ സൊസൈറ്റിയിലെ ഒരു വുമണിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളും കൂടിയായി മാറിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ എഴുത്തുകളിൽ കൂടെ അവൾക്ക് വിമൻസിനെ സ്വാധീനിക്കാനും അതുപോലെ തന്നെ സൊസൈറ്റിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനും ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് തോരു ദത്ത്. അതുപോലെ അവളുടെ ഡെഡിക്കേഷൻ, പാഷൻ, പെർസീവിയറൻസ് ഇതെല്ലാം തന്നെ റീഡേഴ്സിനെ മാത്രമല്ലായിരുന്നു, അത് മറ്റുള്ള റൈറ്റേഴ്സിനെയും കൂടെ ഇൻസ്പയർ ചെയ്യുന്ന ഒന്ന് തന്നെയായിരുന്നു. ഇനി എടുത്ത് പറയാനാണെങ്കിൽ അവളുടെ ഇമാജിനേഷൻ, പോയട്രിയിൽ കാണിക്കുന്ന ഫിക്ഷൻ, ഇമാജിനേഷൻ ഇതെല്ലാം തന്നെ വളരെ വ്യത്യസ്ത രീതിയിലായിരുന്നു, മറ്റുള്ളവർക്ക് ആകർഷിക്കുന്ന രീതിയിലായിരുന്നു വർക്കുകളെല്ലാം. ആൻസറായിട്ട് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. To what extent may Thoreau Dutt be designated as the earliest Indian English woman writer? തോരു ദത്തിനെ ആദ്യകാല ഇന്ത്യൻ ഇംഗ്ലീഷ് വുമൺ റൈറ്ററായിട്ട് എത്രത്തോളം നമുക്ക് അതിനെ വിവരിക്കാം അല്ലെങ്കിൽ ഡെസിഗ്നേറ്റ് ചെയ്യാം? Thoreau Dutt can be designated as the earliest Indian English woman writer to a significant extent, although her work may not overtly convey a feminist consciousness. Her writings reflect a unique perspective shaped by her experiences as a woman in a patriarchal society. Born into a progressive family, Thoreau enjoyed a certain degree of freedom, but her life was still bound by societal expectations. ഇന്ത്യൻ ഇംഗ്ലീഷ് വുമൺ റൈറ്ററായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. അവളുടെ ഒരു എഴുത്തെന്ന് പറയുന്നത് ഒരു ഫെമിനിസ്റ്റ് രീതി അല്ലായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വർക്ക് മാത്രമല്ലായിരുന്നു അവൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേസമയം അവൾക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസസ്, സൊസൈറ്റിയിൽ നിന്നും ഉണ്ടായിരുന്ന എക്സ്പീരിയൻസസെ കുറിച്ചിട്ടും അവൾ എക്സ്പെക്റ്റേഷൻ ചെയ്ത ഒരു സൊസൈറ്റി അല്ല അവൾ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊക്കെ വെച്ചിട്ടായിരുന്നു അവൾ പലപ്പോഴും എഴുതാൻ ശ്രമിച്ചിരുന്നത്. അതേസമയം അവൾ ജനിച്ച് വളർന്ന അവളുടെ ഫാമിലി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഇതുപോലെ അടിച്ചമർത്തുന്ന അല്ലെങ്കിൽ ഒരു ഫ്രീഡം ഇല്ലാത്തൊരു വീടല്ല. അവൾക്ക് ധാരാളം ഫ്രീഡമൊക്കെ ലഭിച്ചിരുന്ന ഒരു മോഡേൺ സൊസൈറ്റി ആയിരുന്നു തോരു ദത്തിൻ്റേത്. Some critics argue that Thoreau's life was too short and absorbed in writing to allow for significant engagement with the social reform or feminist issues. However, others like Malashri Lal offer an alternative perspective, suggesting that Thoreau's work, particularly her novel Bianca or The Young Spanish Maiden, reveals a subtle critique of patriarchal constraints. Lal's readings of the novel highlights the tension between Bianca's desires and her father's control, which can be seen as a reflection of Thoreau's own experiences with her father, Govind Chandra Dutt. പല ക്രിട്ടിക്സും വാദിക്കുന്നത് തോരുവിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ലൈഫായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് ടൈം ആയിരുന്നു. അതിനുശേഷം തോരു ദത്ത് മരിക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ തന്നെ സോഷ്യൽ റിഫോമിനും അതുപോലെ ഫെമിനിസ്റ്റ് ഇഷ്യൂസിനൊക്കെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വർക്കുകൾ ഒത്തിരി സിഗ്നിഫിക്കൻ്റ് ആണ് എന്ന് തന്നെയാണ് ക്രിട്ടിക്സ് പറയുന്നത്. അതേസമയം മാലാൽ ശ്രീ ലാൽ
അവർ പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു കാഴ്ചപ്പാടിൽ തൊഴിലത്തിൻ്റെ വർക്ക് എസ്പെഷ്യലി എടുത്ത് പറയുന്നത് ബിയാൻക ആ വർക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സ് ആണ്. എന്ന് വെച്ചാൽ പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ എങ്ങനെയാണ് ഒരു വിമൻ്റെ സഫറിങ്സ് ഇതിനൊക്കെ കുറിച്ചായിരുന്നു ആ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലാൽ ഇവിടെ പറയുന്നത് തന്നെ ഈ ഒരു വർക്ക് എന്താ പറയുക ടെൻഷൻ നൽകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഹൈലൈറ്റ് തന്നെ കുറച്ചധികം വിമൻസിൻ്റെ ടെൻഷൻസും കാര്യങ്ങളും എസ്പെഷ്യലി ബിയാൻകയുടെ ആഗ്രഹങ്ങളും അവളുടെ അച്ഛൻ്റെ ഒരു കൺട്രോളും അതിനെയൊക്കെ കുറിച്ചിട്ടാണ് ഈ തോരുദത്ത് എഴുതിയിട്ടുണ്ടായിരുന്നത് ഈ ബിയാൻക എന്ന നോവലിൽ. അതുപോലെ അപ്പോൾ ഇതൊക്കെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ ഇതിനൊക്കെ ഒന്ന് അവളുടെ തോരുദത്തിൻ്റെ സ്വന്തം അച്ഛൻ്റെ എക്സ്പീരിയൻസുകളിൽ നിന്നും ആയിരുന്നു ഇവള് ഇതൊക്കെ എഴുതാനായിട്ട് അവൾ ഇൻസ്പയർ ചെയ്തിരുന്നത്. Thoru's writings demonstrates a blend of cultural influences with her education in French, English and Sanskrit literature shaping her poetic skills. Her work showcases a unique assimilation of Western and Eastern traditions, making her a pioneering figure in Indian English literature. Her poetry and fiction explore themes of love, loss and identity, often with a focus on the human experience. തൊഴിലത്തിൻ്റെ വർക്കുകൾ കൾച്ചറൽ ബേസ്ഡ് ആയിട്ടുള്ളതും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവൾക്ക് ഫ്രഞ്ച്, ഇംഗ്ലീഷ്, സാൻസ്ക്രിത് ഈ ഭാഷകളിലെല്ലാം തന്നെ അവൾക്ക് പോയംസ് എഴുതാനായിട്ട് സാധിച്ചു. അത് തൊഴിലത്തിൻ്റെ ഭാഷകളിലുള്ള അത്രയും ജ്ഞാനം തന്നെയായിരുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. വെസ്റ്റേൺ ആയാലും ഈസ്റ്റേൺ ആയാലും അവർ ട്രഡീഷനുകളെ എടുത്തുകൊണ്ട് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ പരമാവധി വർക്കുകൾ ചെയ്യാനായിട്ട് സാധിച്ചിരുന്ന ഒരു വ്യക്തിത്വമാണ് തൊഴിലത്തിൻ്റേത്. അവളുടെ പോയട്രികൾ ഉൾപ്പെടുത്തിയിട്ടുള്ള തീംസ് എന്ന് പറയുന്നത് ലവ്, ലോസ്, ഐഡൻറ്റിറ്റി ഇതൊക്കെ തന്നെയാണ്. ഹ്യൂമൻ എക്സ്പീരിയൻസസിന് ഒത്തിരി ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ അവളുടെ സ്വന്തം എക്സ്പീരിയൻസുകൾ വെച്ചൊക്കെ തന്നെയാണ് അവളുടെ വർക്ക്സുകൾ ചെയ്തിരുന്നത്. Despite her short life, Thorudutt left a lasting impact on Indian English literature. Her writing continues to be celebrated for its beauty, emotion, and insight into the human condition. As a woman writer in a male-dominated society, Thoru's work serves as a testament to her talent, perseverance, and dedication to her craft. തൊരുദത്തിൻ്റെ ജീവിതം വളരെ ചെറുതായിരുന്നു എങ്കിൽ പോലും ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ധാരാളം കോൺട്രിബ്യൂഷൻസ് നടത്തിയിരുന്ന ഒരു വ്യക്തിത്വമാണ് തൊരുദത്തിൻ്റേത്. അവളുടെ എഴുത്തുകൾ ഇപ്പോഴും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബ്യൂട്ടി, ഇമോഷൻ, ഇൻസൈറ്റ് ഇൻ ദ ഹ്യൂമൻ കണ്ടീഷനൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു എഴുതിയിരുന്നത് ധാരാളം. പിന്നെ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റി ആയിരുന്നിട്ടും നമ്മൾ വിമണിനെ കുറിച്ചിട്ട് എഴുതാനായിട്ട് ഒട്ടും തന്നെ മടി കാണിച്ചിരുന്നില്ല. അല്ലെങ്കിൽ അതിനൊക്കെ കുറിച്ച് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പോയംസ് എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ വർക്ക്സ് തൊരുദത്ത് ചെയ്തിട്ടുണ്ട്. അവളുടെ ടാലൻറ്റ്, പെർസീവിയറൻസ് ഇതൊക്കെ തന്നെ ഡെഡിക്കേഷൻ ഇതൊക്കെ തന്നെ നമുക്ക് അവളുടെ വർക്ക്സിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. Designating Thorudutt as the earliest Indian English woman writer acknowledges her pioneering role in shaping the literary landscape of India. Her contributions paved the way for future generations of women writers, offering a glimpse into the complexities of women's experiences in colonial India. While debates surrounding her feminist consciousness continue, Thoru's work remains a significant part of Indian English literary heritage, inspiring readers and writers alike. തൊരുദത്തിനെ ഏർലിയസ്റ്റ് ഇന്ത്യൻ ഇംഗ്ലീഷ് വുമൺ റൈറ്ററായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. അവളുടെ വർക്കുകളെല്ലാം തന്നെ അതിനോടനുബന്ധമായിട്ടുള്ളത് തന്നെയായിരുന്നു. പിന്നെ ഫ്യൂച്ചർ ജനറേഷന് ഒരു ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു വ്യക്തിത്വമാണ് തൊരുദത്തിൻ്റേത്. അവളിനെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒത്തിരി റൈറ്റേഴ്സ് മാത്രമല്ല റീഡേഴ്സും റൈറ്റേഴ്സും എല്ലാം തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയാനുള്ളത്. അവസാനത്തെ പാരഗ്രാഫിലോട്ട് കടക്കുകയാണ്.
ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ? ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇനിയും ഞാനിടുന്ന വർക്കുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തും. കമൻറ്റ് ചെയ്യാനായിട്ടും ലൈക്ക് ചെയ്യാനായിട്ടും മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ കേട്ടോ. Torudat's legacy extends beyond her literary output, symbolizing the possibilities and challenges faced by women writers in India during the 19th century. Her life and work serve as a reminder of the importance of education, cultural exchange, and the power of literature to transcend boundaries. As a trailblazer in Indian English literature, Torudat's impact continues to be left, making her a celebrated figure in the literary world. ഇന്ത്യൻ ലിറ്റററി വർക്കിൽ ഒരു സ്ഥാനം കൈപിടിച്ച അല്ലെങ്കിൽ ഒരു സ്ഥലം കൈവരിച്ച ഒരു വ്യക്തിത്വമാണ് തൊരുദത്തിൻ്റേത്. അവളുടെ വർക്കുകളെല്ലാം തന്നെ 19-ാം നൂറ്റാണ്ടിൽ അറിയപ്പെടുന്ന വർക്കുകൾ തന്നെയായിരുന്നു. എസ്പെഷ്യലി അന്നത്തെ കൾച്ചർ, അന്നത്തെ നമ്മളുടെ പാട്രിയാർക്കൽ സൊസൈറ്റി, ഇതിലെല്ലാം നിന്നുകൊണ്ട് അവിടുത്തെ എക്സ്പീരിയൻസുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് തൊരുദത്ത് വർക്കുകൾ ചെയ്തിരുന്നത്. ഇന്ത്യയെക്കുറിച്ച് മാത്രമല്ല, അവൾക്ക് ഫ്രഞ്ചിനോടുള്ള ഒരു സ്നേഹം അത് കുറച്ച് അമിതമായിരുന്നു. അതുകൊണ്ട് തന്നെ ഫ്രഞ്ച് സൊസൈറ്റിയെക്കുറിച്ചും എഴുതാനായിട്ട് തൊരുദത്ത് മറന്നില്ല. ആ വർക്കുകളും തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇത്രയ്ക്കൊക്കെയാണ് നമ്മൾ പഠിച്ചതിലുള്ളത്. ഇതിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത് അവളുടെ വർക്ക്സുകളൊക്കെ കുറച്ച് കാണാപ്പാഠം പഠിക്കണം. ബാക്കിയെല്ലാം തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻസിലും ഒരുപോലെ തന്നെയാണ് ആൻസേഴ്സ് വരുന്നത്. ഒരു 3 ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ ഈ ചാപ്റ്ററിൽ നിന്നും. അപ്പം നിങ്ങൾക്ക് ഈ 3 ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ തന്നെ അതിലെല്ലാം വരുന്ന എന്താ പറയുക, യുണീക്കായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപോലെ വരുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഏത് ചോദ്യം ഇതിൽ നിന്ന് വന്നാലും ഉൾപ്പെടുത്തി എഴുതാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഒരു 3-4 വർക്ക്സ് എങ്കിലും പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കൂ. ഓക്കെ, അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് നമ്മളുടെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദയവ് ചെയ്ത് ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സോ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, സോ താങ്ക് യു വൺസ് അഗെയിൻ ആൻഡ് വിൽ മീറ്റ് യു വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ദെൻ, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.